ആഷിഖ് അബു, ലാൽ ജോസ്, ലിജോ ജോസ് മുതൽ സത്യനന്ദിക്കാട് വരെ ഫഹദ് ഫാസിലിനെ ഡയറക്ട് ചെയ്തിട്ടും ആളുടെ ശരീരപ്രകൃതിയിലും മാനറിസങ്ങളിലും എല്ലാം എക്സ്പ്ലോർ ചെയ്യപ്പെടാതെ കിടന്നിരുന്ന ഒരു ഐറ്റം പുറത്തേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ അമൽ നീരദാണ്. ഇയോബിന്റെ പുസ്തകം എന്ന ഈ സിനിമയിലൂടെ. ഈ സിനിമയെ പറ്റി ആദ്യം തന്നെ പറയാനുള്ളത്, പാസ്റ്റിൽ ഇറങ്ങിയിട്ടുള്ള ചില സിനിമകൾ വിജയിച്ചതാണെങ്കിൽ കൂടിയും അത്ര പോരായിരുന്നു. അത് ഇനിയും ശ്രദ്ധിക്കപ്പെടേണ്ടതായിരുന്നു, അതൊരു മഹാവിജയമാവേണ്ടതായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നാറില്ലേ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഇത്. പിന്നെ തീർച്ചയായും ഈ സിനിമയുടെ മറ്റൊരു അട്രാക്ടിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ആ ഒരു പഴയ കാലഘട്ടത്തിലുള്ള സെറ്റിംഗ്. അതുപോലുള്ള സിനിമകളോട് എനിക്കെന്നും ഒരു പ്രത്യേക താല്പര്യമാണ്. കാരണം സിമ്പിൾ ആണ്. ബിക്കോസ് നമ്മുടെ നാട്ടിൽ ഒരു 100 സിനിമകൾ ഇറങ്ങിയാൽ അതിൽ 99 സിനിമകളും പുതിയ കാലത്തെ പശ്ചാത്തലത്തിലുള്ളതായിരിക്കും. സോ ഇവ റെയർ ആയതുകൊണ്ട് തന്നെ ഇവയോടുള്ള ഒരു ഇഷ്ടം കുറച്ച് കൂടുതലാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഇതിനേക്കാളൊക്കെ മേലെ ഈ സിനിമയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതിലെ നായകൻ, അല്ലെങ്കിൽ അയാളെ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി. ഫഹദ് ഫാസിൽ എന്ന നടന് ഇത്രയും മാസ് അപ്പീൽ ഉണ്ട്, ഇങ്ങനെയും ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടെന്ന് കണ്ട് ഞെട്ടിത്തെരിച്ചൊരു സിനിമയായിരുന്നു ഇത്. പിന്നെ ഇതിന്റെ കഥ പോകുന്ന ഒരു രീതി, സംഘം ചേർന്ന് നിൽക്കുന്ന വില്ലന്മാരും സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ കൂട്ടം തെറ്റിപ്പോയ നായകനും അയാൾക്കെതിരെ നടക്കുന്ന ഒരു ഫാറ്റൽ അറ്റാക്കിന് ശേഷം ഒറ്റയ്ക്ക് തിരിച്ചടിക്കുന്നതും ഒക്കെ കാണാൻ തന്നെ ഒരു രസമാണ്. സോ ആകെ മൊത്തം പറഞ്ഞാൽ തിരിച്ചുവരവിൽ അതുവരെ ഫഹദ് ഫാസിലിനെ കണ്ടിട്ട് ഇയാൾ കൊള്ളാം എന്ന് പറഞ്ഞെടുത്തു നിന്ന് ഇയാൾ അടിപൊളിയാണല്ലോ എന്ന് തോന്നിപ്പിച്ചൊരു സിനിമ. അതായിരുന്നു ഇയോബിന്റെ പുസ്തകം.